ഏറ്റവും വലിയ മാർക്കറ്റാട്ടോ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുതിര മാർക്കറ്റ്. അവർ 15 രൂപയാണ് പറഞ്ഞത്, പക്ഷേ 7000 രൂപയ്ക്ക് പുള്ളി വിലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഈ പറഞ്ഞ പോലെ ചിലപ്പം 7-നും 5-നും ഒക്കെ കിട്ടിയ സമയമൊക്കെ ഉണ്ടല്ലേ. 15,000 രൂപയുള്ളൂ. 15,000 രൂപയ്ക്കാണ് ഈ വലിയൊരു കുതിരേനെ കൊടുക്കുന്നത് കേട്ടോ. അതേസമയം നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മാടിനെ പോലും നമുക്ക് ഈ 15,000 രൂപയ്ക്ക് കിട്ടില്ലല്ലോ. നമ്മുടെ ഒരു കുഞ്ഞിൻ്റെയൊക്കെ ബർത്ത്ഡേക്കൊക്കെ വരും കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ഒരു ആട്ടിൻകുട്ടിയെ കൊടുക്കണ പോലെ ഈ ഒരു കുതിരക്കുട്ടീനെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം അല്ലേ. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടുത്തെ ഏറ്റവും നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ നമ്മൾ കാണാത്ത ഒരു കാഴ്ചയാണ്. അതായത് പല മാട് കച്ചവടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുതിര കച്ചവടം കാണാൻ പറ്റിയത് നമ്മുടെ ഇവിടെ ഈ തമിഴ്നാട്ടിൽ ഈറോഡ് വന്നപ്പോഴാണ് കണ്ടത്. വെള്ളയെടുത്ത് കച്ചവടം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് അവർ ഈ പറഞ്ഞ പോലെ 4 പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു, പിന്നെ ലാസ്റ്റ് ഇപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് അത് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മാസം ഗർഭിണിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും എമൗണ്ട് വരുന്നത്. പിന്നെ ആള് സവാരിക്കാരനുമാണ്. അതുകൊണ്ടാ ആള് 18 മാസമേ ആയിട്ടുള്ളൂ, പല്ല് പോലും വന്നിട്ടില്ല. പക്ഷെ ആ പ്രായത്തിന്റെ കുറുമ്പൊക്കെ ഉള്ള ആളാണ് കേട്ടോ. ലക്ഷണത്താണ്. ഈ കാണുന്ന കുതിരകൾ മാത്രമല്ല കേട്ടോ, ഇത് അവിടെ അതേപോലെ നല്ല അടിപൊളി പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. പശു, കാള, പോത്ത് അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ. കണക്ക് ടെൻ്റടിച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ കുതിര. അതായത് 1000കണക്കിന് കുതിരകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒരു കുഞ്ഞ് കുതിര വേറെ കിടക്കുന്നു വേണ്ട. അത്യാവശ്യം എല്ലാവരും വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ കുതിരയൊക്കെ. അങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ കെട്ടിയിരിക്കുകയാണ്. പക്ഷെ കേരളത്തിൽ നിന്ന് ആളുകൾ തീരെ കുറവാണ് ഇവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നത് അത് ശരിക്കും അറിവില്ലാഞ്ഞിട്ട് തന്നെയാണെന്നുള്ളതാണ്. കാര്യം ആളുകൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. ഇതേണ്ട കുതിര മാത്രമല്ല കേട്ടോ, ഇവിടെ കുതിര വണ്ടിക്കുള്ള സംഭവങ്ങളും ഉണ്ട്. ഈ സൈഡിൽ ഇതേപോലെ കുതിര വണ്ടിക്കുള്ള സംഭവങ്ങൾ, അതേപോലെ കുതിരയുടെ ചാട്ട, അങ്ങനെയുള്ള ഇതുണ്ടാകും. ഇങ്ങനെ എല്ലാം കുതിരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സെയിലും ഇവിടെ നടക്കുന്നുണ്ട്. ഇതുകൊണ്ട ഇല്ല, അവിടെയൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഇത് കണ്ട അവിടെയൊക്കെ ഉണ്ട് കുതിര കുഞ്ഞുങ്ങൾ. കണ്ട അവിടെ കുതിരയുടെ വില പേശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി കുഞ്ഞു കുതിരനെ നോക്കിയാടാ. അയ്യോ നല്ല ക്യൂട്ടായിട്ടുള്ള കൊച്ച്. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നത് ഓരോ ഗ്രാമങ്ങളിൽ എല്ലാവരും വളർത്തുന്നതാണോ അല്ലേ? കൃഷി സെയിൽ ചെയ്യുന്ന ஆல்ரெடி ஒன்று வாங்கிட்டோம், ரெண்டாவது அது வாங்கலான்னு வந்தோம். ரேட்டு ஒத்து അതെ 7000. അതെ അല്ലേ? ഇത് എത്ര മാസമാണ്? അത് 2.5 മാസം. 2.5 മാസം. അതായത് അവർ 15 രൂപയാണ് പറഞ്ഞത്, പക്ഷേ 7000 രൂപയ്ക്ക് പുള്ളി വിലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഈ പറഞ്ഞ പോലെ ചിലപ്പം 7-നും 5-നും ഒക്കെ കിട്ടിയ സമയമൊക്കെ ഉണ്ടല്ലേ. ഓരോ ടൈമിൽ അതിന് റേറ്റ് ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. അത് നമ്മൾ വില പേശുന്ന പോലെ ഇരിക്കും. 7000 രൂപയ്ക്കും 5000 രൂപയ്ക്ക് വരെ ഇവിടെ കുതിരയെ കൊടുക്കുന്ന സന്ദർഭങ്ങളുണ്ട് കേട്ടോ. അതായത് എനിക്കൊന്ന് വർഷത്തിൽ ഒരു 1 ഇയറിൽ ഒരു വൺ ടൈം മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. അതായത് ഇത് വരുന്നത് ഈ ഗുരുസ്വാമി കോവിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം നടക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. കുതിരപ്രേമികളും കുതിരയെ ഇഷ്ടപ്പെടുന്നവരും കുതിരയെ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് വരിക. വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇവിടെ നിന്ന് ട്രാവൽ ഇതൊക്കെ ഉണ്ട്. അന്തിയൂരാണ് അല്ലേ? അന്തിയൂർ ഗുരുസ്വാമി കോവിലിനടുത്താണ്. നിങ്ങളുടെ പേര്? ഓക്കെ, താങ്ക് യു. ഇവനെ കാലൊക്കെ കൂച്ചിട്ടിരിക്കുക കേട്ടാ. ഇപ്പം പ്രശ്നക്കാരനാണ്. ഇത് കണ്ട അവിടെ ഇവിടെയും കെട്ടിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ കാല് വേറെ സ്ഥലത്ത് കെട്ടിയിട്ടുണ്ട്. നല്ല വെള്ള ലക്ഷണമൊക്കെ കേട്ടോ. ഇത്
മൊത്തം കുതിരകളാണ് ഈ കാണുന്നത്, ഫുള്ള് കുതിരകളാണ്. എന്തോരം കുതിരകളാന്ന് നോക്കിയേ. അതുകൊണ്ട് അങ്ങേ അറ്റം വരെ കാണുന്നതൊക്കെ കുതിരകളാണ്. ഏറ്റവും വലിയ മാർക്കറ്റാട്ടോ ഇത്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുതിര മാർക്കറ്റ്. അവനാണ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് മട്ടൻ ഡാൻസ് ചെയ്ത അതോ രണ്ടും ഒരു ഈ പെരുസൊക്കെ എങ്ങനെ? 15 രൂപ. 15,000 ഉണ്ട്. ഓ, അതായത് ഇതിനൊക്കെ ഏത് പെരുസോ? പെരുസൊക്കെ 15,000 രൂപയുള്ളൂ. 15,000 രൂപയ്ക്കാണ് ഈ വലിയൊരു കുതിരേനെ കൊടുക്കുന്നത് കേട്ടോ. അതേസമയം നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മാടിനെ പോലും നമുക്ക് ഈ 15,000 രൂപയ്ക്ക് കിട്ടില്ലല്ലോ. 10,000 രൂപയ്ക്കും അതൊക്കെ ആണെങ്കിൽ ആ ചെറുതിനെ കൊടുക്കുന്ന പറഞ്ഞത്. നല്ല ക്യൂട്ടാണ് കേട്ടോ ആള്. അതായത് ഇവനെ ഒരു 2 വർഷം കഴിഞ്ഞാൽ ഇവൻ ആൾ അടിപൊളിയാകും കേട്ടോ. ഇവൻ സൂപ്പറാകും. ഏത് കാലാവസ്ഥ അല്ലേ? പക്ഷേ എന്ന് ആലോചിച്ച് 7,000 രൂപയ്ക്ക് നമുക്കൊരു കുതിരേനെ സ്വന്തമാക്കാം. ഒരു കുതിരേനെ ക്യൂട്ടാണ്, പാവമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിതിപ്പോൾ കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ സാഹചര്യം അത് പറ്റാത്തതായതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ചെറുക്കൻ ഇളയ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആപ്പ് വരുമ്പോൾ ഒരു കുതിരേനെ വാങ്ങിച്ചിട്ട് പറഞ്ഞു. സ്ഥലം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈറോഡാണ് കേട്ടോ. ഈറോഡ് നമ്മൾ ട്രെയിനിനാണ് അല്ലെങ്കിൽ ബസ്സിനാണെങ്കിലും ഈറോഡ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അന്തിയൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതായത് ഈ അന്തിയൂർ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ ഗുരുസ്വാമി ടെമ്പിളിൽ വരിക. ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് മാസത്തിൽ സെക്കൻഡ് വീക്കൊക്കെ ആയിട്ടാണ് ഈ ടൈം. ഒരു 12, 13, 10 തൊട്ട് 20 വരെയുള്ള 15, 16 വരെയൊക്കെയുള്ള ടൈമിലൊക്കെയാണ് ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. ഈ സമയത്താണ് ഇവിടുത്തെ സെയിൽ നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒത്തിരി ആളുകൾ ഇവിടെ വരാറുണ്ട്. ഈ ഒരു സംഭവം ഞാൻ അറിയാവുന്ന ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ എമൗണ്ടിലൊക്കെയാണ് കേട്ടോ. ഈ 5,000, 6,000, 7,000 രൂപയ്ക്ക് ബഹുമാനം കിട്ടും. ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് വെറുതെ ഇരിക്കുകയാണ്. അതാണ് നമ്മളെ മൈൻഡിനകത്ത്. ഇവിടേക്ക് ഒരു ഉട്ടാപ്പയുണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ കണ്ടിട്ട് നാണം വന്നിട്ട് ഇങ്ങനെ പുറകിൽ ഒളിച്ചടയ്ക്കണം. അമ്മയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇരിക്കുക. മിക്കവാറും അവനെ കൊണ്ടുപോകാനെന്ന് ഓർത്തിരിക്കാൻ അമ്മ നമ്മൾ തൊഴിക്കാൻ സാധ്യതയുണ്ടാവും. നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അതെ, ആ കണ്ണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും സാധ്യത അതിനകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഫുഡ് പുള്ളിക്ക്. നമ്മൾ മൈൻഡിൽ നമ്മളെയാണ് ശ്രദ്ധിക്കണം. ആ കണ്ണ് എനിക്ക് അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ വിൽപ്പന മാത്രമല്ല, കുതിര സവാരിയും അതുപോലെ തന്നെ കുതിരയുടെ ഓരോ ഐറ്റംസും ഓട്ട മത്സരവും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹൈറ്റില്ലേ കണ്ട, ഈ ഹൈറ്റുള്ളതാണ്. ഇതുപോലെ ഒത്തിരി സാധനങ്ങളുണ്ട്. എത്ര വയസ്സുണ്ടായിരുന്നു? അല്ല, 15 മാസമേ ആയിട്ടുള്ളൂ അല്ലേ? 18 മാസമായി. പല്ലൊന്നും വന്നിട്ടില്ല. അതെ. ഓ, പക്ഷെ ആളെന്നാ നല്ല ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ള ആണല്ലോ. ഇച്ചിരി അലമ്പനല്ല. ഈ മെരുക്കി എടുക്കണം. ഇച്ചിരി കുറുമ്പുകാരനാണ്. ആ പ്രായത്തിന്റെ കുറുമ്പാണ് അല്ലേ? അതായത് ഇത് കണ്ട ഒരാള് ഭയങ്കര കുറുമ്പാണ്. അതൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് വെച്ചിട്ട് 18 മാസമേ ആയിട്ടുള്ളൂ. പല്ല് പോലും വന്നിട്ടില്ല കേട്ടോ. പല്ല് പോലും വന്നിട്ടില്ല. പക്ഷെ ഇതെന്താ ചെല്ലേ ഇതെന്താ ആള് 18 മാസമേ ആയിട്ടുള്ളൂ. പല്ല് പോലും വന്നിട്ടില്ല. പക്ഷെ ആ പ്രായത്തിന്റെ കുറുമ്പൊക്കെ ഉള്ള ആളാണ് കേട്ടോ. ലക്ഷണത്താണ്. അറിയത്തില്ല. ഓ, അതായത് അതിനെ കുറിച്ച് അറിയത്തില്ല. ഞങ്ങൾ പ്രായമുണ്ട്. നമ്മുടെ പിള്ളേരെന്ന് പറയല്ലോ. ആ കുട്ടികളെ. ഇതെന്താ റേറ്റ് അതിൻ്റെ റേറ്റ് വന്ന് 34 രൂപയുള്ളൂ. 34. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് വരുമ്പോൾ റേറ്റ് ഒക്കെ കമ്മിയാവും. അങ്ങനെയുണ്ടോ? ഇല്ല, ക്രോസ് ആണ്. ക്രോസ് ഒന്നല്ല, അല്ല ഒറിജിനലാണ് അല്ല.
ഇത് നമ്മുടെ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള നിങ്ങൾ ക്യാമറ എടുക്കില്ല. ഇല്ല എടുക്കില്ല, ഇത് എടുക്കില്ല. എടുക്കത്തില്ല. ഇവരൊക്കെ മറ്റേ ഇതിനുള്ളതാണ്. ക്യാമറ എടുക്കുന്നതാണ്. 120 രൂപ വെച്ച് വെയിറ്റ് എടുക്കും. അതെ അല്ലേ? ഇതെല്ലാം അധികം വരുന്നതാണല്ലേ? ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ വളർത്തുന്നതാണോ? ഇല്ലല്ല, ഇപ്പോൾ പുറത്ത് പോയി മേടിച്ചുകൊണ്ട് വന്നു വന്നിട്ട് ഇവിടെ സെയിൽ ചെയ്യും. ഓക്കെ ഓക്കെ. അവർ കേടായില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വീണ്ടും ഫുഡൊക്കെ കൊടുത്ത് അടുത്ത സീസൺ. ഇത് ഇയർലി ഒരു ടൈം മാത്രമേ ഉള്ളൂ അവിടെ? വർഷത്തിൽ ഒരു പ്രാവശ്യം. വേറെ മാർക്കറ്റ് ഉണ്ടോ? വേറെ മാർക്കറ്റ് ഇല്ല. അപ്പൊ ഇനി അന്തിയൂരാണ് ഇതിന്റെ വലിയ മാർക്കറ്റ് അല്ലേ? ഓക്കെ. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളൊക്കെ ചെറിയ കുഞ്ഞുണ്ടാപ്രിയുണ്ട് കേട്ടോ അല്ല അവിടെ ഒരു കുതിര. പാലൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുക അതിനെ. അവിടെയൊക്കെ ഉണ്ട്, ഇത് കണ്ട കുഞ്ഞു കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് കാണുന്ന ഫുള്ള് കുതിരകളാണ്. ആ കാണുന്ന ഫുള്ള് ഇത് കണ്ട നല്ല വെളുത്ത് നല്ല തുടുത്തൊരു കുതിരനെ നോക്കിയേ. ഇത് കറുപ്പ് കുട്ടി. അതെ, മുട്ടക്കുട്ടി. മുട്ടക്കുട്ടി റേറ്റ് 20,000 ചോദിക്കും. കമ്മിയാവും അല്ലേ? കമ്മിയാവും. അതോ ചിന്ന സൈസാ? അത് എത്ര മാസം? 2 മാസം അല്ലേ? അതായത് പാല് കുടിക്കേണ്ട പ്രായമാണ്. 20 ദിവസമായിട്ടുള്ളൂ. ആട്ടിൻകുട്ടീനെ പോലെ കൊണ്ടു നടക്കാം ഈ കുതിരക്കുട്ടീനെ. അതായത് നമ്മുടെയൊക്കെ വീട്ടില് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഗിഫ്റ്റ് പോലെ, അതായത് ഒരു നമ്മുടെ എന്താ പറയണ, നമ്മുടെ ഒരു കുഞ്ഞിൻ്റെയൊക്കെ ബർത്ത്ഡേക്കൊക്കെ വരുമ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ഒരു ആട്ടിൻകുട്ടിയെ കൊടുക്കണ പോലെ ഈ ഒരു കുതിരക്കുട്ടീനെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം അല്ലേ? അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. കൊച്ചുകുട്ടിയെ 20 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. കൊച്ചുകുട്ടി 20 ദിവസമേ ആയിട്ടുള്ളൂ. പാല് കുടിക്കണ പ്രായമാണ് അല്ലേ? പാലില്ല, കൊടുത്താച്ചു. ഇതിന്റെ തള്ളയെ വിറ്റ് പോയി. ബാക്കി ഈ ഒരു പാവമാണ് കുപ്പിപ്പാല് കൊടുക്കും. കുടിക്കുക. വളർട്ടെ, അവൻ അടിപൊളിയാകട്ടെ. വലുതായി വരണം കേട്ടാ. സത്യം പറഞ്ഞ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് വന്ന് ഇതിനെയൊക്കെ കയറ്റിക്കൊണ്ട് പോകാൻ തോന്നുന്നു. பெரிய குதிரை 10,000 20,000 ഇപ്പം ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ചിന്ന കൊണ്ടുപോയി സെറ്റ് ആക്കി എടുക്കാം അല്ലേ? சின்ன பையன் பெருசு வந்து கல்யாணம் ஆச்சு, பிள்ளை ஆச்சு. இதுதான் அப்படி. ഓക്കെ. അത് എവിടെ? அது 5 லட்சம் சொல். 5 ലക്ഷം വൈറ്റ് അല്ലേ? അവൻ ഡേഞ്ചറാണ് ആള്. 5 ലക്ഷം சொல்லுங்க, எவரை சொல்லுங்க, போடுங்க. അതായത് 5 ലക്ഷം രൂപയാണ് നമ്മുടെ വൈറ്റിന് ചോദിക്കുന്നത്. പക്ഷെ 4 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ അത് സെയിലാവും. പക്ഷെ കാരണം വെച്ചാൽ അത് ഓരോ ഇനത്തിൻ്റെയും இப்படி 10 லட்சம் ஆச்சு. കുറച്ചും കൂടി കഴിഞ്ഞാൽ 10 ലക്ഷം ആവും. அது கம்மி இல்லை, அது கம்மியே இல்லை. யாரும் வாங்க முடியல, வியாபாரியில் வந்து போயிட்டாரு. எல்லாம் போட்ட குதிரை வியாபாரம் சரிங்களா? இப்போ இந்த குட்டி குதிரை வந்து குட்டியை வந்து நம்ம பெண் குட்டி வராங்கள பொம்பளை பிள்ளைங்க, அவர் தான் வாங்குறாரு. 10,000 15,000 வளர்த்துக்கு வாங்குறாரு. அப்புறம் எல்லாம் அப்படி இருக்கு, யாரும் வாங்குறீங்க. அந்த 2 குதிரை இருக்கு, 60,000 கேட்குறேன் இல்லைக்கிறான். 2 കുതിരക്ക് அது 2 ஆண் குதிரை. ആൺ കുതിര வாங்க 60,000 கேட்குறேன் நான். 1.5 ലക്ഷം. இது பக்க கிடையாது, அது சமூடு. இது கொடை பேர் கொடை, அது குளிப்பா, அது சமூடு.
எடுத்து போகும் வாபஸ் திரும்பி போகும். போயிட்டாங்க. அந்த குட்டி அது ஒரு கிலோ மணி குட்டியா അടിപൊളിയാ, സൂപ്പറാ, നല്ല ലുക്കാ. നെച്ചിപ്പട്ടെ 15,000 കമ്മി റേറ്റാ. 15,000 ഒക്കെ കമ്മിയാ. പെൺകുട്ടി நம்ம வீட்டுக்கு போகலாம். அவர் இல்லை பஞ்சாயத்து അവരെല്ലാം എടുത്ത് വാക്കിട്ട് കർണാടക പോകുന്നു. കന്നഡ പോവാ. വെള്ള വെള്ളം 1.5 ലക്ഷം. കാട്ടാവാടി കണ്ടോ, അത് വെള്ളയെടുത്ത് കച്ചവടം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് അവർ ഈ പറഞ്ഞ പോലെ നാലൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു, പിന്നെ ലാസ്റ്റ് ഇപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് അത് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലക്ഷണമൊക്കെ സാധനം. നൊക്കറ കുതിര, ആൺകുതിര അല്ലേ. 1.5 ലക്ഷം. 1.5 ലക്ഷമാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ അതിൽ ഇനിയും കുറയുമെന്നാണ് പറയുന്നത്. പല്ലില്ല കുട്ടി ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ കേസിട്ടില്ലേ 25,000 അഴകുള്ള കുതിരയാണ്. നാട്ടുകുതിര. ഇത് നാട്ടുകുതിര யார் வேணும் பொம்பளை எல்லாம் வச்சுக்கலாம், எல்லாம் வளர்த்துக்கலாம். வளர்த்துட்டு பார்க்கலாம். மாதிரி நாசி கருப்பு நாசி சுழி சுத்தம் நெத்திப்பட்டா சுழி 9 6 மாதத்தில் റൈഡിങ് വണ്ടി എല്ലാം പക്കാവും. റൈഡൊക്കെ ചെയ്യുന്ന കുതിര. ഏത് സവാരി റൈഡിങ്ങിന് ഏത് സവാരി കാടിക്ക് പോകുന്നത് കട്ടാവ് പോകുന്നത് വില വന്ന് 3 ലക്ഷം. ചെനയാണ് അല്ലേ? 6 മാസത്തെ 6 മാസം ചെന. 6 മാസം ഗർഭിണിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ അത്രയും എമൗണ്ട് വരുന്നത്. പിന്നെ ആള് സവാരിക്കാരനുമാണ്. எல்லாம் சின்ன பிள்ளையிலேருந்து பெரிய ஆள்லேருந்து கிளவிய பாட்டி வரலையும் எடுத்துகிட்டு போகலாம். அது வருது பின்னாடியே வரும், கிடைக்காத வருது. അവിടെയൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.